എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? മഴ കൂട്ടി പിടിച്ചേക്കാണല്ലോ. അപ്പം നമ്മളെല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ പണിയൊന്നും ഇല്ലാണ്ട് മിക്ക ആളുകൾക്കും പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് വിശക്കും അല്ലേ? വെറുതെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും വിശപ്പ് കൂടുതലായിരിക്കും. അപ്പം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ചക്കയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് ചക്ക വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന സമയം കൂടിയല്ലേ. അപ്പം ഞാൻ കുറച്ച് ചക്ക വിളയിച്ച് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാനും പറ്റുമല്ലോ. അപ്പം ഇന്ന് നമുക്ക് കൂഴച്ചക്ക കിട്ടിയിട്ടുണ്ട്. കൂഴച്ചക്ക എന്ന് വെച്ചാൽ പഴുത്ത ഇങ്ങനെ എന്താ പറയുക, മുറുക്കമില്ലാത്ത ചുളയുള്ള ചക്കയില്ലേ, ആ ചക്ക കൂഴച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ചുളയൊക്കെ പറിച്ച് കുരു മാറ്റി അതൊന്ന് മിക്സിയിലിട്ട് നല്ല അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്കോ കട്ടിയുള്ളൊരു പാത്രത്തിലേക്കോ മാറ്റി കൊടുക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അടുപ്പത്ത് വെച്ചിട്ട് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അടുപ്പത്ത് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വേഗത്തിൽ നമുക്ക് ആയി കിട്ടും. എല്ലാ ഭാഗത്തേക്കും തീ കിട്ടുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല, ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം പൊടിച്ചതും കുറച്ച് ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കണം. പിന്നെ ഇളക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഓരോ സ്പൂൺ നെയ്യ് വീതം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂണോളം നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഒരു പകുതി ഒന്ന് ചക്ക വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര നല്ലപോലെ ഇതിലേക്കൊന്ന് അരിച്ച് അതും ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ എന്താ പറയുക, ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് അകലം പാലിച്ചിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട്. ഇത് നല്ല ശർക്കരയും കൂടി ഉള്ളതുകൊണ്ട് നമ്മുടെ മേത്തേക്ക് തെറിച്ച് കഴിഞ്ഞാൽ നല്ല പുകച്ചിലുണ്ടാവും. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണേ. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തും. വീണ്ടും ഒരു സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ പാനിൽ നിന്നും അതുപോലെ നമ്മൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് വിട്ട് വരുന്നൊരു പ്രായം എന്നാണ് വായിലൊന്നും കേട്ടോ, പാകം വരും. ആ പാകം എത്തുമ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. നമുക്കിത് ചക്ക അലുവയായിട്ട് എടുക്കാനായിട്ട് പറ്റും. അതിലേക്ക് കുറച്ച് മൈദപ്പൊടിയും കൂടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചക്ക അലുവയായി. ഇതിപ്പോൾ നമ്മൾ ചക്ക വരട്ടിയതാണല്ലോ ഉണ്ടാക്കിയത്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറേ നാൾ നമുക്കിത് കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും.